നമ്മളിന്ന് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. 4 സവാള അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞതാണ്, അരമുറി ചെറുനാരങ്ങ നീരും, തേങ്ങാക്കൊത്ത്, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും, ഒരു തക്കാളിപ്പഴവും. തേങ്ങാക്കൊത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറായി. അതിൻ്റെ കൂടെ ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇതിന് കൂടെ ഞാൻ ഒരു 1.5 സ്പൂണ് ഉപ്പ് കൂടി ഇടുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെയും ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കറിവേപ്പില നമ്മുടെ ആവശ്യത്തിന് ഇടുക, എന്നിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കൻ ഞാൻ കഴുകി ഒരു വിസിൽ വരുത്തി അടച്ച് തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളർ ഇതാകുന്ന സമയത്ത് നമുക്ക് ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടി ഇട്ട് അതിൻ്റെ കൂടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവാള അതിൻ്റെ കൂടെ കിടന്ന് ഏകദേശം ഒരു നല്ല രീതിയിൽ വഴണ്ടിട്ടുണ്ട്. പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും പച്ച മണം മാറുന്നത് വരെയും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് തക്കാളിപ്പഴവും കൂടി ഇട്ട് യോജിപ്പിച്ചെടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കത്തുള്ളൂ. കൊളസ്ട്രോൾ അല്ലേ, അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയെ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെയൊന്നും പറഞ്ഞ് ശീലമില്ലാത്തത് കൊണ്ട് എനിക്ക് ഇപ്പോൾ ഏകദേശം നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിക്കൻ വേവിച്ചത് ഞാൻ വേവിച്ച് തന്നെ വെച്ചിരിക്കുകയായിരുന്നു. 1 കിലോയോളം ചിക്കനുണ്ടിത്. മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ്, ഉപ്പും കൂടി ഇട്ട് വേവിച്ചതാണ്. മല്ലിപ്പൊടി 2 സ്പൂണ് മല്ലിപ്പൊടി ഞാനിട്ടു. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി, മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച്. ഇത് ഞാൻ 2 എരിവുള്ളതും എരിവ് കുറഞ്ഞതുമായ മുളക് പൊടി രണ്ടും കൂടി മിക്സ് ചേർന്നതാണ്. ഞാനൊരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ എരിവിനനുസരിച്ചാണ് ഞാൻ മുളക് പൊടി ഇട്ടിരിക്കുന്നത്. ഇത് കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. ഗരം മസാലയും ആവശ്യത്തിന് ഗരം മസാലയും ഇടുക. നന്നായിട്ട് അത് മൂക്കുന്നവരെ കൊടുക്കുക. ഞാൻ ഗരം മസാല കുറച്ചിട്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിക്കൻ്റെ കൂടെ ഞാൻ ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടാണ് വേവിച്ചെടുത്തത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്
തിളപ്പിച്ചാറിയ വെള്ളം 1/2 കപ്പ് ഒഴിച്ച് അരക്കപ്പെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. നമ്മുടെ ആവശ്യത്തിന് ആ കറി ഒന്ന് ഗ്രേവി ഒന്ന് കുഴമ്പാകുന്നത് വരെ നമ്മൾ ആകുന്നതിൻ്റെ അളവിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. മൊത്തം 1/2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കൂട്ടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഈ അരപ്പിൽ കിടന്ന് ഈ തേങ്ങാക്കൊത്തിൽ നന്നായിട്ട് എരിവും എല്ലാം പിടിച്ച് ചിക്കനിൽ നിന്നും തേങ്ങാക്കൊത്തെടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ച് അത് ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുത്ത് പിന്നെ ഞാൻ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഗ്രേവിയെല്ലാം നന്നായിട്ട് ചിക്കനിൽ പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി കൊടുത്ത് അമ്മയുടെ തൊണ്ട വയ്യാത്തതുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. നന്നായിട്ടെല്ലാം ഒന്ന് ശരിയാകുന്ന വരെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. കറി നന്നായിട്ട് തിളച്ച് നല്ല ഗ്രേവിയോട് കൂടി തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഒരുപാട് ചാറില്ലാത്ത രീതിയിൽ ആണിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കപ്പയുടെ കൂടെ ഞാനിത് കപ്പയുടെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ചിക്കൻ വറുത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കൊളസ്ട്രോൾ അല്ലേ, അപ്പം വറുത്തൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. അല്ലാതെ വെക്കുമ്പോൾ നമ്മൾ ഈ പൊടിഞ്ഞ് ചിക്കൻ്റെ കൂടെ എല്ലാം കൂടെ ഒരു അവിയൽ രൂപത്തിലാകും. കുക്കറിലിട്ട് ഒരു ചീറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് തന്നെ വെച്ചിരിക്കുക. അപ്പോൾ കറിയുടെ ഗ്രേവി എല്ലാം ശരിയായി വരുമ്പോഴേക്കും നമ്മൾക്കതിന് വേണ്ടുന്ന കടു വറക്കാനുള്ള ഇതാണ് ചുവന്നുള്ളിയും മുളകും ഇട്ട് കടുവറക്കാനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ആരോടും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കടുവും കൂടി താളിച്ച് അതിനകത്ത് ഒഴിച്ച് ഇളക്കിയെടുക്കാം നമുക്ക്. കടുക് നന്നായി മൂത്ത് വരുന്നുണ്ട്. ചിക്കൻ വറുത്ത് കറി വെച്ച് ഇപ്പോഴും എണ്ണ പിടിച്ച് നമുക്ക് കൊളസ്ട്രോളിന് നല്ലതല്ലല്ലോ. അപ്പോൾ കുക്കറിൽ ഇങ്ങനെ വേവിച്ചാൽ ചിക്കൻ പൊടിഞ്ഞ് ഇരിക്കില്ല. നമുക്ക് കടുക് താളിച്ച്